നമസ്കാരം. പെരിയവന ശ്രീനാഥ് നമ്പൂതിരിയാണ്. പുതിയൊരു വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂലൈ മാസം 7-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ളതായ ചന്ദ്രചാരവശാലുള്ള ഫലത്തെയാണ് സ്വതവേ ചിന്തിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം ഉണ്ടോ എന്നുള്ളതും കൂടി ആലോചിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വാരത്തിൽ 23-ാം തീയതി, അതായത് മിഥുനമാസം 23-ാം തീയതി, ഈ ഒരു ജൂലൈ 7-ാം തീയതി തന്നെ ശുക്രൻ്റെ ഒരു സഞ്ചാരം ഇന്ന് തന്നെ ഈ ഞായറാഴ്ച മാറിയിട്ട്, അതോടൊപ്പം തന്നെ ഇനി 28-ാം തീയതി ചൊവ്വയുടെ ഒരു മാറ്റം, മിഥുനം 28-ന് ചൊവ്വയുടെ ഒരു മാറ്റവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 2 ഗ്രഹ സഞ്ചാരങ്ങളാണ് ഈ ഒരു വാരത്തിൽ കാണാൻ സാധിക്കുക. അശ്വതി, ഭരണി, കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറുകാരെ എപ്രകാരത്തിൽ അത് ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അവരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിലേക്കാണ് ഈ ചൊവ്വ ഇപ്പോൾ ലഗ്നത്തിലുള്ള ചൊവ്വ, രാശിനാഥനായ ചൊവ്വ 2-ാം ഭാവത്തിലേക്ക് മാറുന്നു. അതോടൊപ്പം 2-ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി 3-ൽ ആദിത്യനും, 4-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ. 4-ാം ഭാവം എന്നുള്ളത് സകല തരത്തിലുള്ള സുഖങ്ങളെയും മറ്റ് നമ്മുടെ ബന്ധുസ്ഥാനാൽ മാതുലം ഭാഗിനേയം തോയം, നമ്മുടെ ഗൃഹവും ചുറ്റും കുടുംബങ്ങളും ഇല്ലേ, ഗാർഹസ്ഥ്യ ജീവിതത്തിലെ മുഖ്യമായ വിഷയങ്ങളെ ചിന്തിക്കുന്നതാണ് 4-ാം ഭാവം എങ്കിൽ ആ 4-ാം ഭാവത്തെ സംബന്ധിച്ച് ശുക്രൻ്റെ ഒരു സഞ്ചാരം ഗതി വളരെയധികം നല്ലതാണ്. 4-ാം ഭാവത്തിലൂടെ സഞ്ചാരിക്കുന്ന ശുക്രൻ വളരെയധികം നല്ലതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. പ്രത്യേകിച്ച് അത് കുട്ടികളെ സംബന്ധിച്ച്, കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം മാനസികമായിട്ടും മറ്റുമുള്ള വളരെയധികം മാനസികമായിട്ടുള്ള ഒരു ഊർജത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഒപ്പം ആ ഒരു ബുധൻ്റെ ഒരു സ്ഥിതിയും കൂടി വളരെയധികം വിദ്യാഭ്യാസ ജീവിതത്തിൽ ഈ മേടക്കൂറുകാർക്ക് വളരെയധികം പുരോഗതി ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ നിത്യജീവിതത്തിൽ, ഈ പൊതുവെയുള്ള ജീവിതത്തിൽ തിരക്കുകൾ വർദ്ധിക്കുന്നതും അതോടൊപ്പം തന്നെ സാമ്പത്തികമായ വരുമാന സ്രോതസ് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ച്. കർമ്മ മേഖലയിൽ സ്ഥാനമാറ്റത്തിനും അതോടൊപ്പം തന്നെ തൊഴിൽ ലബ്ധിക്കുള്ള ഒരു യോഗം നമുക്ക് ഈ ഒരു വാരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ശുക്രൻ്റെ സഞ്ചാരം എന്ന് തന്നെ അഖില സുഖകൃതാണ്. എല്ലാ തരത്തിലുള്ള സുഖങ്ങളും ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കേണ്ടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇതിനെ ആചാര്യന്മാർ പറയാറുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഒരു രോഗസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഈ ഒരു കേതു എന്നുള്ളത് അവിടെ തന്നെയാണ്. അതൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ചെറിയ അസ്വസ്ഥതകളെ സൂചിപ്പിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ പാദരോഗങ്ങളും ഉദര രോഗങ്ങളും ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് അത് വളരെയധികം ശ്രദ്ധയിലുള്ളതാണ്. അതൊന്നുകൂടി വർദ്ധിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. രക്ത സംബന്ധപ്പെട്ടിട്ടുള്ളതും വാദ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറുന്നതായിട്ട്, കുറച്ച് മൂർച്ഛിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എങ്കിൽ വിദേശത്തേക്കുള്ള യാത്രാ കാര്യങ്ങളിലൊക്കെ തടസ്സമില്ലാതെ നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ജോലികളിൽ മാറ്റം വരുന്നതായിട്ട് കാണാം. അവിടെ ജോലി മാറി അന്വേഷിക്കുന്നവരോ ജോലി കയറ്റത്തിനോ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ലഭ്യത ഉണ്ട് എന്ന് പറയാം. വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ അതോടൊപ്പം തന്നെ പ്രണയ ജീവിതത്തിലൊക്കെ ഏർപ്പെട്ടുള്ളവർക്ക് വളരെ അനുകൂലത്തിലുള്ള ഒരു കാലഘട്ടമായിട്ട് വരും. വിവാഹാലോചനകളാവട്ടെ, വിവാഹത്തിലേക്കുള്ള തീരുമാനങ്ങളൊക്കെ വളരെയധികം ഒരു ഉത്സാഹത്തോടു കൂടി നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ച്.